വയനാട് വാഗേരി കല്ലൂർകുന്നിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പശുവിനെ കൊന്നത് പ്രജീഷിനെ കൊന്ന കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. WWL 45 കടുവയാണ് ഇന്നലെ 11:30 പശുവിനെ കൊന്നത്. സ്ഥലത്ത് കൂടും ക്യാമറയും സ്ഥാപിക്കുമെന്ന് DFO അജിത് കെ രാമൻ പറഞ്ഞു. കടുവ കൊന്ന പശുവിനെ കൂട്ടിൽ ഇരയായും വയ്ക്കും. ഇന്ന് വളരെ നിർണായക ദിനമാണ്. നമ്മൾ ഈ പശു കൊല്ലപ്പെട്ട സ്ഥലം അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം തന്നെ അവരുടെ ആലയിലടക്കം ലൈറ്റ് ഇടുവാനും ഈ കൂട് വെക്കുന്ന പരിസരം മാത്രം ലൈറ്റ് ഇടാതെ നോക്കുവാനും ഉള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രദേശത്ത് ആൾക്കാർ തടിച്ചുകൂടാതിരിക്കാനും ഉള്ള ഒരു ശ്രദ്ധ വേണ്ടതാണ്. വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിന് സമീപത്തുള്ളൊരു കോറി പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. എന്നാലും പകൽ സമയത്തുള്ള തെരച്ചിലിന് അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. കാപ്പിത്തോട്ടങ്ങളാണ് കൂടുതലുള്ളത്, പിന്നെ പൊന്തക്കാടുകളുമുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കടുവയെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് കൂട് വെച്ച് കടുവയെ നമുക്ക് കൂട്ടിൽ അകപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, 8ാം ദിവസമായി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വലിയ ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാർ, കാരണം ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്. തീർച്ചയായും ലക്ഷ്മി, ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം പ്രജീഷിനെ കടിച്ചു കൊന്നിട്ട് ദിവസം 8 ആകുന്നു, എന്നിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല. വലിയ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ തിരച്ചിൽ നടത്തുന്നു, ക്യാമറകൾ വയ്ക്കുന്നു, കൂടുകൾ വയ്ക്കുന്നു. അത്തരത്തിൽ വലിയ സന്നാഹങ്ങളുമായി തിരച്ചിൽ നടത്തുമ്പോഴും 2 കുങ്കിയാനകളെ എത്തിച്ച് ഇവിടെ തിരച്ചിൽ നടത്തുമ്പോഴും ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല. കടുവ നാട്ടിൽ തന്നെയുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ 11 മണിയോടെ ഈ നാട്ടിലെ കല്ലൂർകുന്നിലെ ഒരു സ്വദേശിയായ സന്തോഷിന്റെ വീട്ടിൽ ഈ കടുവ എത്തുകയും തന്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പശുവിനെ ഈ കടുവ കടിച്ചു കൊല്ലുകയും ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്നും 11 മണിയോടെ ശബ്ദം കേൾക്കുന്നത് കണ്ടാണ് പുറത്തേക്ക് നോക്കിയത്. അപ്പോഴേക്ക് ഈ കടുവ ഈ പശുവിനെ തൊഴുത്തിൽ നിന്നും വലിച്ചു പുറത്തിടുകയായിരുന്നു. തുടർന്ന് നിലവിളിക്കുകയും അമ്മയെ ഉൾപ്പെടെ നിലവിളിക്കുകയും ശബ്ദം കേട്ടാണ് ഈ കടുവ പുറത്തേക്ക് രക്ഷപ്പെടുന്നത്. നിലവിൽ ഈ വന്യജീവിയെ പിടിക്കാനുള്ള സംഘം ഇവിടെ എത്തി കൂടും ക്യാമറയെല്ലാം സ്ഥാപിക്കുന്നു. എന്തായാലും ജനങ്ങൾ വലിയ വിമർശനമാണ് പറയുന്നത്. കാരണം ഈ മേഖലയിൽ 2 ദിവസം മുമ്പ് കാൽപ്പാട് കണ്ടിരുന്നു. തുടർന്ന് ഈ നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവരെവിടെ എത്തി അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് കൂടുവയ്ക്കുകയോ ക്യാമറ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ വീണ്ടും ഈ സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടത്. ഇന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഈ പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് കൂടുതൽ ക്യാമറയും കൂടും ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയും കൂടുതൽ ദൗത്യ സംഘം ഇങ്ങോട്ട് എത്തിയിരിക്കുകയും ചെയ്തു. ശ്രീജിത്ത്, ഇവിടെ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഫോറസ്റ്റ് സംഘം തിരച്ചിൽ നടത്തുന്നത് പര്യാപ്തമല്ല, അവർ കൃത്യമായ ഒരു തിരച്ചിൽ നടത്തുന്നില്ല എന്ന ആദ്യ ദിവസങ്ങളിൽ അവർ പരാമർശം ഉയർത്തിയിരുന്നു. കാരണം ഈ കടുവ കൃത്യമായി തന്നെ രാത്രി ഇറങ്ങി പല പ്രദേശങ്ങളിലും ഇര പിടിക്കുന്നുണ്ട്, തിരികെ അത് എവിടെയോ പോയി മറയുന്നുമുണ്ട്. എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇത്രയധികം നിരീക്ഷണ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ച് പരിഭ്രാന്തിയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും രോഹിണി, അതാണ് നാട്ടുകാരും ചോദിക്കുന്നത്. 2 ദിവസം മുമ്പും ഈ സ്ഥലത്തിന് അടുത്ത് തന്നെ ഈ കടുവയുടെ കാൽപ്പാട് കണ്ടിരുന്നു. തുടർന്ന് ഈ നാട്ടുകാർ ഈ വന്യജീവിയിലെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘത്തിനെ വിളിച്ച് വിവരം നൽകുന്നു. തുടർന്ന് അവർ ഇവിടെ എത്തി പരിശോധിക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ സ്ഥലത്ത് പിന്നീട് കൂടുവയ്ക്കുവാനോ ക്യാമറ സ്ഥാപിക്കുവാനോ ശ്രീജിത്ത് ദയവായി തുടരുക. ഞാൻ ശ്രീജിത്തിലേക്ക് എത്താം. ഇപ്പോൾ വയനാട് നിന്നുള്ള അവിടുത്തെ നാട്ടുകാരനായ സജി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സജി, 8ാം ദിവസവും കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. യുവാവിനെ കടിച്ചു കൊന്ന കടുവ തന്നെയാണ് കഴിഞ്ഞ ദിവസവും പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിന് മുൻപ് കോഴികളെ പിടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുവ നാട് വിട്ടു പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് തിരച്ചിൽ സംഘത്തിന് ഇതിന്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്?
ഇത് ഇന്നലെ ഈ 3 ദിവസമായിട്ട് ഇവിടെ ഈ വയലിൽ കൂടി കടുവയുടെ കാൽപ്പാട് കാണുകയും ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുക, അവർ വന്ന് എന്റിഫൈ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ ഇന്നലെയും ഇവിടെ വന്നിട്ടും ഒരു കാര്യവും അവർ ചെയ്തില്ല. ഇതൊന്നും കാൽപ്പാട് നോക്കാനോ അവിടെ ഒരു ക്യാമ്പ് സ്ഥാപിക്കാനോ കാട് പിടിച്ച് കിടക്കുന്ന ഒരുപിടി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ആ ഒരുപിടി സ്ഥലങ്ങളിൽ ഒന്ന് കയറി കടുവ അതിൽ പതിയിരിക്കുന്നുണ്ടോ എന്ന് തെരച്ചിൽ നടത്തുന്ന ഒരുവിധ കാര്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെ 11 മണിക്ക് ശേഷം ഈ കാര്യത്തിനെ കടുവ ഇവിടെ പിടിച്ചതിന് ശേഷം ഇവരിവിടെ വരികയും 2 ക്യാമറകൾ സ്ഥാപിക്കുകയും ഇപ്പോൾ രാവിലെ DFO അവരൊക്കെ ഇവിടെ വരികയും ഇപ്പം കൂട് വെക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചൊരു കൂട് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ കൂട് വെച്ചിട്ട് ഇതിനെ തന്നെ ഇരയാക്കിക്കൊണ്ട് കൂട് വെച്ചിട്ട് മറ്റേ കടുവയെ പിടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവരുള്ളത്. പക്ഷെ ഏറ്റവും പറ്റിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഗുരുതരമായ അനാസ്ഥയാണ്. അവരുടെ അനാസ്ഥയാണ് ഈ 3 ദിവസമായിട്ട് ഈ കടുവ ഈ ചുരുങ്ങിയ ഒരു 500 മീറ്ററിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന ആ ലൊക്കേഷനിൽ അവർ നോക്കാതെ ഇവിടെ വന്ന് വണ്ടിയിൽ കാവൽക്കാരായ റോഡിൽ നിൽക്കുക മാത്രമാണ് ഇത്. അതിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ ഈ സംഭവം ഇവിടെ നടന്നത്. ശ്രീ സജി, നിങ്ങൾ നാട്ടുകാരൊക്കെ വലിയ ഭയാശങ്കയിൽ തന്നെയാണോ? കാരണം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എപ്പോഴാണ് ഇത് ചാടി വീഴുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി. അതെ, ഈ നാട്ടുകാര് ഭയങ്കര സ്ഥിതിയിലാണ്. കാരണം മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു ജനവാസ മേഖലയാണിത്. സാധാരണ കൃഷിക്കാരാണ്, കൂലിപ്പണിക്കാരാണ് ഈ ഏരിയയിലുള്ളത്. അവിടെ ചെറിയ മക്കളടക്കം പ്രായമായവർ വരെ വീടിന്റെ മുറ്റത്ത് വരെ ഇറങ്ങാൻ ഭയങ്കര ഭീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ ശ്രീ സജി, അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇത് പകൽ സമയങ്ങളിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യത പ്രധാനമായും ഈ കാപ്പിത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ? കാരണം കാപ്പിത്തോട്ടങ്ങൾക്കപ്പുറം വന അതിർത്തിയാണ്. വന അതിർത്തി കടന്ന് വനത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഈ പകൽ സമയങ്ങളിലൊക്കെ ഇത് ഒളിച്ചിരിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ തന്നെ ആയിരിക്കുമോ? ആയിരിക്കും. കാരണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഒരുപിടി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ ഫോറസ്റ്റിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതിൽ പകൽ സമയങ്ങളിൽ ഇത് പതിയിരുന്നു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ വരെ കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരുപിടി സ്ഥലങ്ങൾ ഒരു 100 മീറ്ററും 200 മീറ്ററും ചുറ്റളവിൽ ഇന്നലെ ഈ സംഭവം നടന്ന് ഈ സ്ഥലത്ത് നിന്നും ഉണ്ട് കാടുകൾ. അതുകൊണ്ട് ജനങ്ങൾ ഈ മൃഗങ്ങളുടെ ശല്യം കാരണം കൃഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ചെയ്തിട്ട് കാര്യമില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കൃഷിയല്ല, ഒരു പറമ്പിൽ ഒരു കാലികളെ ഇറക്കി കിട്ടാൻ ഒരു പിടി പുല്ലെരിയാൻ പോലും പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. അതിൽ ഇവരുടെ ഭാഗത്തും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഇപ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷേ ഈ 3 ദിവസം മുന്നേ ഇവർ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇവിടെ സംഭവിച്ച ഈ പശുക്കിടാവിനെ ഈ കടുവ പിടിച്ചത് ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. ആ സമയങ്ങളിലാണ് ഇവർ ഈ 2 ക്യാമറ ഇവിടെ സ്ഥാപിച്ചതും ഇപ്പോഴാണ് ഇവിടെ തീരുമാനമെടുത്തത് 2 കൂട് സ്ഥാപിക്കാനും ഇതിനെ ഇരയായി പിടിക്കാനും ഉള്ള ഒരു തീരുമാനം അവരെടുത്തത്. സജി, നിങ്ങൾ ആ നാട്ടുകാരനാണ്, പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളവരാണ്. ഈ തിരച്ചിൽ സംഘത്തോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം നാട്ടുകാരും സഹകരിക്കുന്നുണ്ടോ? കാരണം ഒരുപക്ഷെ അവിടെയുള്ള മുക്കുമൂലയും അറിയാവുന്നത് കൂടുതലും നിങ്ങൾക്കാണല്ലോ. ഇവിടെ നാട്ടുകാരും അവരോടൊപ്പം നല്ല സഹകരണത്തിലാണ്. ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവർ ആ പരിശോധന ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പിന്നെ കൂട് സ്ഥാപിച്ച് ഇതിനെ തന്നെ ഇരയാക്കിക്കൊണ്ട് അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് തന്നെ അത് മിക്കവാറും പിടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടുത്തെ ജനങ്ങൾ വേണ്ട എല്ലാവിധ സഹകരണങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അതിനെ പിടിക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് ആ ഭീതി ഒഴിവാകും, പുറത്തിറങ്ങി നടക്കാനാകും. അങ്ങനെയാണ് ഇന്നത്തെ തീരുമാനം അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൂട് വെച്ചിട്ട് അതിനെ പിടിക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ സഹകരണവും ഉണ്ട്. ശരി, വളരെ നന്ദി ശ്രീ സജി പ്രതികരിച്ചതിന്. ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, DFO വ്യക്തമാക്കിയത് ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം പിടികൂടിയ പശുവിനെ തന്നെയാണ് ഇന്ന് ഇരയായി കൂടിനുള്ളിൽ സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കടുവ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ.
നിർണായക ദിനങ്ങൾ 8 ദിനങ്ങളും നിർണായകമായി തന്നെയാണ് ഈ DFOമാർ പറയുന്നത്. എല്ലാ ദിവസങ്ങളിലും കൂട് വയ്ക്കുന്നു, ക്യാമറ വയ്ക്കുന്നു, അത്തരത്തിൽ എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ഈ നിർണായക ദിനമാണെന്ന് പറയുന്നു. അരുൺ സക്രി വരുന്നു, കുങ്കിയാനകൾ വരുന്നു. എന്നിട്ടും ഈ കടുവയെ മാത്രം പിടികൂടാൻ കഴിയുന്നില്ല. ഈ കടുവ രാത്രി സമയങ്ങളിലാണ് പൊതുവെ ഇറങ്ങുന്നത്. എന്നാൽ ഈ നാട്ടുകാർ ഈ സ്ഥലങ്ങളിലെ ഈ ഐഡന്റിറ്റി ചെയ്ത് ഈ കണ്ടുപിടിച്ചിട്ട് ഈ DFO ഉൾപ്പെടെയുള്ള ഈ ദൗത്യ സംഘത്തെ അറിയിച്ചാലും ഇവർ വൈകിയാണ് എത്തുന്നത്. ആ സ്ഥലങ്ങളിൽ കൂടുവയ്ക്കുന്നില്ല, ആ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ആ പശുവിന്റെ തന്നെ കടുവ പിടിച്ചു കൊന്നത്. ഈ സ്ഥലത്ത് 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ കാൽപ്പാടുകൾ കണ്ടു. എന്നാൽ ഈ സ്ഥലത്ത് ക്യാമറ വയ്ക്കുകയോ ഇവിടെ ക്യാമ്പ് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ കടുവയെ പിടികൂടാമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥകളാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ഈ കടുവയുടെ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നാട്ടുകാർ തന്നെ ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അവർ അവിടെ എത്തി തിരച്ചിൽ നടത്തുമ്പോഴേക്കും കാലതാമസം വരുന്നു എന്നുള്ളതാണ് ഒരു പോരായ്മ. തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിലാണ്. ഇതിന്റെ തുടക്കം മുതൽ എടുത്തു നോക്കിയാൽ ഈ കടുവ ഏതാണെന്ന് തിരിച്ചറിയാനായിരുന്നു ഈ വനംവകുപ്പ് ആദ്യമായി പറയുന്നത്. ഈ കടുവ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ കടുവയെ ഇടപെടുകയാണ് തുടരുക. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റായ KP മധു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മധു, എന്തുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ കടുവയെ കണ്ടുപിടിക്കുന്നതിന് ഇത്ര കാലതാമസം ഉണ്ടാകുന്നത്? കാരണം 8 ദിവസമാകുന്നു. ഇത് പകൽ സമയങ്ങളിൽ മുഴുവൻ എവിടെയോ കാപ്പിത്തോട്ടങ്ങളിലാണ് എന്നാണ് നിഗമനം. പതുങ്ങിയിരിക്കുന്നുണ്ട്, രാത്രിയിൽ ഇറങ്ങി ഇര പിടിക്കുന്നുണ്ട്. പക്ഷേ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിനോ കണ്ടെത്തുന്നതിനോ സാധിക്കുന്നില്ല. ഇത്രയധികം നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് കടുവയിലേക്ക് എത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വനപ്രദേശത്തേക്ക് ഇതുവരെ കയറിപ്പോയിട്ടില്ല. ക്യാമറകൾ 22 വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചെറിയ സംശയമുള്ളത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിരീക്ഷണ ക്യാമറയുടെ കഴിഞ്ഞ 3 ദിവസമായി നിരീക്ഷണ ക്യാമറയിൽ എവിടെയും ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല, കണ്ടെത്താനും വേണ്ടി സാധിച്ചിട്ടില്ല. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ആളുകളും അതിൽ ബന്ധപ്പെട്ട സ്റ്റാഫുകളെല്ലാം റോഡിന്റെ മുകളിലൂടെയും കാട്ടിനകത്തൂടെയും ഒക്കെ നടക്കുന്നുണ്ട്. 2 കുങ്കിയാനയും കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും കടുവയെ കണ്ടെത്താനോ ഷൂട്ട് ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ കടുവയെ കണ്ടെത്തിയിട്ട് പോലും അതിനെ അവർ വെടിവെക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം പോലും ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് 144 പ്രഖ്യാപിച്ച്, അലർട്ട് പ്രഖ്യാപിച്ച് ഞങ്ങളിത് ഇതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു ഫീലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതിനപ്പുറത്തേക്ക് ഒരു സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെന്തോ ഒരു തടസ്സം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഈ കടുവയെ കണ്ടെത്തി നിങ്ങൾക്ക് വെടിവെക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിന് ആവശ്യമായിട്ടുള്ള 2 ഡോക്ടർമാരും വെടിവെക്കാനുള്ള ആളുകളും സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ കണ്ടെത്താനോ വെടിവെക്കാനോ കഴിയുന്നില്ല. ഇതൊരു പരാജയമാണ്. ജനങ്ങൾക്ക് വളരെ ആശങ്കയിലും ഭീതിജനകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നിലവിൽ നാട്ടിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അവിടെ ഇപ്പൊ ഈ കാപ്പി പഴുത്ത സമയമാണ് വയനാട്ടിൽ. അപ്പൊ ആളുകൾക്ക് കാപ്പിത്തോട്ടത്തിൽ പോയിട്ട് കാപ്പി വിളവെടുക്കേണ്ടതുണ്ട്. ഇതിന് തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഒരു പുറത്തേക്ക് സമയം ഏത് സമയത്താണ് എപ്പോ വേണമെങ്കിലും എവിടെയും പ്രത്യക്ഷപ്പെടാവുന്നുള്ള ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഇന്നലെ ഈ പ്രജീഷിനെ മരണപ്പെട്ട ആ വീടിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറം ഉള്ളൊരു പ്രദേശത്താണ് ഇപ്പോൾ ഈ കടുവേനെ കണ്ടിട്ടുള്ളത്. അവിടെ ഫോറസ്റ്റുകാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ആളുകളുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കൊരു കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പ്രതിഷേധാർഹമാണ്. ഇങ്ങനെ നീണ്ടുപോകുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഭീതിദായകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നാട്ടിൽ നിലനിൽക്കുന്നത്. അതെ, വളരെ നന്ദി ശ്രീ KP മധു പ്രതികരിച്ചതിന്. വയനാട് വാഗേരിയിൽ യുവാവിനെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനാകാതെ 8ാം ദിവസം പിന്തുടരുകയാണ്. ഇപ്പോഴും നിരീക്ഷണ ക്യാമറകളെയും കൂടുകളെയും കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒളിച്ചു കളിച്ചുകൊണ്ടുള്ളൊരു നടത്തം തന്നെയാണ് കടുവ നടത്തിക്കൊണ്ടിരിക്കുന്നത്.